പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 1.5 ആണ്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് u is equal to 1 2 3 4 5 6 7 8 9, a is equal to 1 2 3 4, b is equal to 2 4 6 8 and c is equal to 3 4 5 6. Find a complement. അപ്പോൾ കോംപ്ലിമെൻ്റ് എന്താണ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഇട്ടിരുന്നു. നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം എക്സസൈസുകൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കാനാണ്. എ കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ എന്താ? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ സബ്ട്രാക്റ്റ് ചെയ്യുന്നതാണ് എ കോംപ്ലിമെൻറ്റ്. അല്ലെങ്കിൽ എയിലുള്ള എല്ലാ എലമെൻസുകളും മാറ്റിയിട്ട് ബാക്കിയുള്ളതിനെ എഴുതുന്നതാണ് എ കോംപ്ലിമെൻറ്റ് അല്ലേ? അപ്പോൾ യു മൈനസ് എ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ യു എന്ന സെറ്റ് ഇങ്ങോട്ട് എഴുതിയിട്ട് മൈനസ് എയുടെ സെറ്റും ഇവിടെ എഴുതുക. അങ്ങനെയാണ് നിങ്ങളുടെ സ്കൂളിൽ എഴുതിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. ഒരെണ്ണം ഞാൻ എഴുതി കാണിക്കാം. 1 2 3 4 5 6 7 8 9 ഇതാണ് യു മൈനസ് അടുത്തത് എ 1 2 3 4 ഇസ് ഇക്വൽ ടു എന്ത് വരും? 1 2 3 4 മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്തൊക്കെ വരും? സെറ്റ് 5 6 7 8 9 ഇതാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തത് ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എയിൽ നിന്ന് ബി മൈനസ് ചെയ്തിട്ട് ബാക്കി കിട്ടുന്നതായിരിക്കും ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ 1 2 3 4 5 6 7 8 9 മൈനസ് എന്തെഴുതണം? സെറ്റ് 3 2 4 6 8. അപ്പോൾ ബിയിലുള്ള എലമെൻസുകളെ മാറ്റിയിട്ട് ബാക്കിയുള്ളത് എന്തൊക്കെയാണ്? 2 4 6 8 മാറ്റിയിട്ട് ബാക്കിയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് എഴുതി തന്നെ ഞാൻ കാണിക്കാമേ, അല്ലെങ്കിൽ അവസാനം കൺഫ്യൂഷൻ ആകും കേട്ടോ. 8 9 ഇതിൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യണം? 2 4 6 8 സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 2 4 6 8 ഇത്രയും മാറ്റിയിട്ട് ബാക്കിയുള്ളതാണ് ബി കോംപ്ലിമെൻ്റ്. എന്തൊക്കെയാണ്? 1 3 5 7 9. ഇനി അടുത്തത് എന്താ കണ്ടുപിടിക്കേണ്ടത്? തേർഡ് ക്വസ്റ്റ്യൻ. എ യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എ യൂണിയൻ സി കണ്ടുപിടിക്കണം. അപ്പോൾ എ യൂണിയൻ സി എന്ന് പറയുന്നത് എന്താണ്? എയിലെ എല്ലാ എലമെൻസും സിയിലെ എല്ലാ എലമെൻസും കൂടെ ചേരുന്നതാണ് എ യൂണിയൻ സി എന്ന് പറയുന്നത്. എ എന്താണ്? 1 2 3 4 യൂണിയൻ സി എന്താണ്? 3 4 5 6. അപ്പോൾ എ യൂണിയൻ സി എന്ന് പറയുന്നത് എന്ത് വരും? 1 2 3 4 ഇവിടെ 3 4 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അത് വേണ്ട, അത് മാറ്റിയിട്ട് ബാക്കിയുള്ളത്. അപ്പോൾ 1 2 3 4 5 6. ഇനി ഇതിൻ്റെ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എ യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇത്രയും നമ്പേഴ്സിനെ നമ്മൾ എയിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ളത്, അതായത് 1 2 3 4 5 6 മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 7 8 9 ആണ്. അപ്പോൾ എ യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 7 8 9 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. എ യൂണിയൻ ബി. അപ്പോൾ എയിലെയും ബിയിലെയും കൂടെ എല്ലാ എലമെൻസുകളും അല്ലേ? എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്ത് വരും? 1 2 3 4 2ഉം 4ഉം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, ബാക്കിയുള്ളത് അപ്പോൾ 6 8. ഇനി ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഇസ് ഇക്വൽ ടു, അപ്പോൾ ഈ എ യൂണിയൻ ബിയിലുള്ള എലമെൻസുകളെ മാറ്റിയിട്ട് യൂണിവേഴ്സൽ സെറ്റിൽ ബാക്കിയുള്ളതാണ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ? അതായത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ യൂണിയൻ ബി സബ്ട്രാക്റ്റ് ചെയ്യുന്നതാണ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 1 2 3 4 6 8. ഈ 1 2 3 4ഉം 6 8ഉം മാറ്റിയിട്ട് ബാക്കിയുള്ളത് എന്തൊക്കെ വരും? 5 7 9 ഇസ് ഇക്വൽ ടു സെറ്റ് 5 7 9. ഇനി അടുത്തത് എന്താണ്?
എ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്താ? അപ്പോൾ ആദ്യം നമ്മൾ എ കോംപ്ലിമെൻറ്റ് എന്താണ് എന്ന് നോക്കണം അല്ലേ. എ കോംപ്ലിമെൻറ്റ് എന്തായിരുന്നു നമുക്ക് കിട്ടിയത്? എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? എയിലുള്ള എല്ലാ എലമെൻസുകളും മാറ്റിക്കഴിഞ്ഞ് ബാക്കിയുള്ളത് 1 2 3 4 മാറ്റിയിട്ട് ബാക്കിയുള്ളത് എന്തൊക്കെയായിരുന്നു? 5 6 7 8 9 ആയിരുന്നു എ കോംപ്ലിമെൻറ്റ്. ഇതിൻ്റെ കോംപ്ലിമെൻറ്റ്, അതായത് എ കോംപ്ലിമെൻറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ കോംപ്ലിമെൻറ്റ് സബ്ട്രാക്റ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ. എ കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ എയിലുള്ള, അതായത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ സബ്ട്രാക്റ്റ് ചെയ്യുന്നതാണ് എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഈ എ കോംപ്ലിമെൻറ്റിനെ സബ്ട്രാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്ത് കിട്ടും? എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 5 6 7 8 9 ആണ്. അത് മാറ്റിയിട്ട് ബാക്കിയുള്ളത് എന്തൊക്കെയാണ്? 1 2 3 4. 1 2 3 4 എന്ന് പറയുന്നത് എന്താണ്? എ ആണ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്താണ്? എ ആണ്. ഇനി അടുത്തത് ബി മൈനസ് സി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം നമ്മൾ? ബി മൈനസ് സി കണ്ടുപിടിക്കണം. ബി മൈനസ് സി എന്ന് വെച്ചാൽ എന്താണ്? ബി മൈനസ് സി എന്ന് വെച്ചാൽ ബിയിൽ നിന്ന് സിയിലുള്ള എലമെൻറ്റുകളെ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ബി മൈനസ് സി. അപ്പോൾ ബി ഞാൻ ആദ്യം ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതുന്നു. എന്തൊക്കെയാണ്? 2 4 6 8 മൈനസ് സി എന്തൊക്കെയാണ്? 3 4 5 6. അപ്പോൾ ഈ ബിയിൽ നിന്ന് സിയിലുള്ള എലമെൻറ്റുകളെ മാറ്റുന്നു. ബിയിലും സിയിലും കൂടെ ഉള്ളത് ഏതൊക്കെയാണ്? 4 ഉണ്ട്, 6 ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 4ഉം 6ഉം ഞാനങ്ങ് മാറ്റുന്നു. ബാക്കിയുള്ളത് 2ഉം 8ഉമാണ്. അപ്പോൾ ബി മൈനസ് സി നമുക്ക് എന്ത് കിട്ടി? 2, 8 എന്ന് കിട്ടി. ഇനി ബി മൈനസ് സിയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഈ ബി മൈനസ് സി സബ്ട്രാക്റ്റ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ബി മൈനസ് സിയിലെ എലമെൻറ്റുകളെ മാറ്റിയിട്ട് യൂണിവേഴ്സൽ സെറ്റിൽ ബാക്കിയുള്ളതാണ് എന്ത്? ബി മൈനസ് സിയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8 9 ഇതാണ് യു. ഇതിൽ നിന്ന് എന്ത് മാറ്റണം? ബി മൈനസ് സിയിലുള്ള എലമെൻറ്റുകളെ നമ്മൾ മാറ്റണം. 2ഉം 8ഉം മാറ്റണം. അതായത് ഇത് രണ്ടും മാറ്റിയിട്ട് ബാക്കിയുള്ളത് എന്തൊക്കെയാണ്? 1 3 4 5 6 7 9. ഇതാണ് ബി മൈനസ് സി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ കോംപ്ലിമെൻ്റ് എന്താണെന്ന് നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ.